ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും ഇത് എന്തിൻ്റെ വീഡിയോ ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഫർണിച്ചർ ഒന്ന് കണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനതിൻ്റെ കുറച്ച് സ്റ്റെപ്സ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ടു നോക്കണേ. അതായത് നമുക്ക് ഈ പരിപാടി നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് അല്ലേ, ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണ്. നമ്മൾ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവർക്ക് ഇതൊന്നും പറ്റത്തില്ല, പിന്നെ ജോലിക്ക് പോകുന്ന പുരുഷന്മാർക്ക് മാത്രമേ ഇതൊക്കെ പറ്റത്തുള്ളൂ എന്നൊക്കെ വെറുതെ ഒരു തോന്നലാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ സ്ത്രീകൾ തന്നെയാണ് ഇതുപോലുള്ള ഫർണിച്ചറിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റെ ഉപ്പാൻ്റെ കയ്യിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത്. ഉപ്പ ഉണ്ടായിരുന്നപ്പോൾ ഉപ്പാൻ്റെ കൂടെ ഓരോ ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഉപ്പ കൂടെ ഇല്ല കേട്ടോ. എല്ലാവരും ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്ത കൂട്ടുകാർ മസ്റ്റായിട്ട് അതൊന്ന് കണ്ടു നോക്കണേ. അപ്പം ആ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു സോഫ സെറ്റിയുടെ കുഷ്യൻ, അതായത് സീറ്റൊക്കെ കവർ ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ചൊക്കെ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ലേറ്റായിട്ടായിരുന്നു നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സോഫയുടെ ചാരാണ് കേട്ടോ. അതായത് ആ ഒരു ഹെഡ് വരുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ അവിടെ വെക്കുന്ന യൂണിഫോമിൻ്റെ ഒക്കെ മെഷർമെൻറ്റ് ഓൾറെഡി നമ്മളുള്ള ഫ്രെയിമിന് കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ക്ലോത്തുമായാലും ഫോമായാലും വെട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനൊന്നും ഒരുപാട് തിങ്കിങ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ഫർണിച്ചറിൽ നമ്മൾ ഇതുപോലെ റീകണ്ടീഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രെയിമിനെ നല്ല രീതിയിൽ അഴിച്ച് എടുത്തിട്ട് പിന്നെ അതിൽ മെഷർമെൻറ്റ് ചെയ്താൽ വീണ്ടും നമുക്കതിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റി ആയാലും എന്ത് സംഭവങ്ങളായി കഴിഞ്ഞാലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചാരിനായിട്ടുള്ള കറക്റ്റ് മെഷർമെൻറ്റ് നോക്കിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതൊരു ഹെഡിലോട്ട് എത്തുന്ന സമയത്ത് ആ ഒരു കർവ് വന്നിട്ടുള്ള ചാരാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ സീറ്റിന് നല്ല രീതിയിൽ സ്ക്വയർ ഷേപ്പായിരുന്നു നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് കർവ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലോത്തൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിയുള്ള ത്രെഡാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. മാത്രമല്ല നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊന്നും കാണാത്ത കൂട്ടുകാർ മസ്റ്റായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഒരുപാട് കിഡ്സിൻ്റെ ഒരുപാട് വെറൈറ്റി ഫ്രോക്സും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ക്രോപ്പ് ടോപ്സൊക്കെ തയ്ക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാം ശരിയാക്കി എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. കൂടെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാർ മറക്കാതെ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് മസ്റ്റായിട്ടൊന്ന് കമൻ്റായിട്ട് എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ തുടർന്ന് നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. അല്ലെങ്കിൽ മറ്റ് വീഡിയോസും അതിൽ ഇൻക്ലൂഡ് ആക്കിയാൽ കാണാൻ നിങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള കമൻസൊക്കെ എഴുതണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാപ്ലറിൻ്റെ പിന്നെ ഉണ്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഇതുപോലെയാണ് പിന്നെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഉപ്പാൻ്റെ ടൂൾസാണ് കേട്ടോ. അപ്പോൾ ഉള്ളി മുട്ടിയും ഒക്കെ എല്ലാ ടൂൾസും ഉണ്ടായിരുന്നു. 4 തരം പിന്നെ വുഡ് കട്ടർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല. എല്ലാം 4 വഴിക്കായി പോയിട്ടാ. അപ്പോൾ നമ്മൾ കുഷ്യന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചാരിന് വേണ്ടിയിട്ടും ക്ലോത്ത് ഇതുപോലെ ഇൻസേർട്ട് ചെയ്തിട്ട് സ്റ്റാപ്പിൾ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വുഡിലോട്ട്. അപ്പോൾ ക്ലോത്തൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ വലിച്ചിട്ട് അവിടെ ഒന്ന് തടവി കറക്റ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു ക്ലോത്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കാനായിട്ടും കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്ലോത്ത് ടൈറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊരു ചെറിയൊരു വീഡിയോ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസോ അല്ലെങ്കിൽ മേക്കിംഗ് വീഡിയോസോ ആയിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ എൻ്റെ വീട്ടിലുള്ള ഫർണിച്ചർ ഒന്ന് മോടി പിടിപ്പിച്ചെടുത്തു അല്ലെങ്കിൽ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വീഡിയോസിൽ കാണിച്ചു തരാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും നിങ്ങളെക്കൊണ്ടും പറ്റാവുന്നതേ ഉള്ളൂ. ആ ഒരു കാര്യം പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഇത് കണ്ടില്ലേ, നൈറ്റായി. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മോനാണ് ഇപ്പോൾ വന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മോനാണ് വന്ന് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ സീറ്റും അതുപോലെ തന്നെ ചാരും ഒക്കെ കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ സീറ്റിൻ്റെ താഴോട്ട് വരുന്ന ആ ഒരു പോർഷൻ നമ്മൾ ഇതുപോലെയാണ് കേട്ടോ കവർ ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഈ ഒരു സെറ്റാക്കി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സോഫ സെറ്റാക്കി എടുക്കാനായിട്ട് ഞാൻ 2 തരം ക്ലോത്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മെറൂണും അതുപോലെ തന്നെ ഓഫ് വൈറ്റും. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതൊരു ഫ്രഷായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി അറിയാനാണ് ഞാനിതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ക്ലോത്തിൽ ഞാൻ സീറ്റും ചാരും വന്നിട്ട് മെറൂൺ ക്ലോത്താണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് താഴോട്ട് വരുന്ന ഭാഗവും അതുപോലെ തന്നെ കൈയുടെ ആ ഒരു പോർഷനൊക്കെ ഈ ഒരു ഓഫ് വൈറ്റ് കളറുമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പോൾ തന്നെ ടൈം ഓവർ ആയതുകൊണ്ട് ലൈറ്റിൻ്റെ കുറവുകൊണ്ട് എടുക്കുന്ന വീഡിയോസ് അത്ര ക്ലിയർ ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ വീഡിയോസ് പലപ്പോഴും മിസ്സാവുന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോസ് നമ്മൾ നെക്സ്റ്റ് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസായിട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണാനുണ്ടാവണം കേട്ടോ. ഒരുപാട് പേര് നമുക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കാണാൻ വിട്ടു പോകുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ അതൊന്ന് പ്ലേ ചെയ്തിടാൻ ശ്രമിക്കുക കേട്ടോ. തീർന്നില്ല, ഇതിൻ്റെ 2 പാർട്ടാണ്, അതായത് 2 സൈഡ് പോർഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ വന്നിട്ട് നമുക്ക് സ്റ്റോണും ഗ്ലാഡിങ് ആയിട്ടുള്ള ആ ഒരു ഗ്ലാസ്സൊക്കെ വരുന്നുണ്ട്. അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന ഗ്ലാസ്സിലില്ലേ, ആ ഒരു ഗ്ലാസ്സൊക്കെ സെറ്റാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ബോക്സ് ഇതിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത്ര വരെ ഞാനിപ്പോൾ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടമായില്ലയോ എന്നുള്ളത് കമൻസ് ആയിട്ട് എഴുതിയിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണ് സോഫ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്തിട്ട് ഫിനിഷ് ആവാത്തതുകൊണ്ട് ഞാനിതുപോലെ തന്നെ വെച്ചിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോ നെക്സ്റ്റ് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്തൊരു വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.